Hello everyone, welcome to G-Pod. It's me and Nafi. Yes, നിങ്ങളുടെ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാനുള്ള ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 14 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റിന്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സും അതിന് ഏകദേശം ഒരു കോപ്പിയൊക്കെ നിങ്ങളുടെ കൈമിൽ കിട്ടിയിട്ടുണ്ടാകുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ അതിൽ പല ആളുകൾക്കുള്ള ഡൗട്ടാണ്, എന്താണ് ഈ ബോണസ് മാർക്ക് എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ. മക്കളെ, നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് +1 അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഇന്റർനെറ്റ് കഫേയിലോ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ടോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ അപ്ലിക്കേഷന് ഇവർ പരിഗണിച്ചിട്ടാണ് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലിക്കേഷൻ ഇവർ അലോട്ട്മെന്റിന് പരിഗണിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് പരിഗണിക്കുമ്പോൾ രണ്ടാളുകൾക്കും സെയിം ആയിട്ടുള്ള പോയിന്റ് വന്നു വിചാരിക്കുക. അപ്പോൾ രണ്ടാളുകൾക്കും സെയിം പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവരെ പരിഗണിക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്, ബോണസ് പോയിന്റ്. അതായത് ചില കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് എന്ത് കിട്ടും, ബോണസ് പോയിന്റ് കിട്ടും. ഈ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് എന്തിനു ഉപകാരപ്പെടും, +1 അലോട്ട്മെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച സ്ട്രീം എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ബോണസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ബോണസ് പോയിന്റ് കിട്ടുക എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ബോണസ് പോയിന്റ് അർഹതയുള്ള ആളുകൾ, അതായത് നിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അവർക്ക് ലഭിക്കുന്ന ബോണസ് പോയിന്റ് 5. അതായത് ഡ്യൂട്ടിക്കിടെ മരിച്ചുപോയ പട്ടാളക്കാരുടെ മക്കൾക്കും അവർ ദത്തെടുത്ത മക്കൾക്കും 5 ബോണസ് പോയിന്റ് വരെ കിട്ടാം. ഇനി ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും മക്കൾക്ക്, അതായത് ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജവാന്മാരുടെയും അല്ലെങ്കിൽ ഈ പട്ടാളക്കാരുടെയൊക്കെ മക്കൾക്ക് എന്ത് കിട്ടും, 3 ബോണസ് പോയിന്റ് കിട്ടും. പിന്നെ NCC, അതായത് 75% കുറയാത്ത ഹാജറുള്ള 75%-ഓളം കുറയാത്ത ഹാജറുള്ള NCCയിൽ പങ്കെടുത്ത കുട്ടികൾക്കും, അതേപോലെ സ്കൗട്ട് ഗൈഡിൽ എല്ലാവർക്കും ഇത് കിട്ടില്ല, രാഷ്ട്രപതി പുരസ്കാർ, രാജ്യ പുരസ്കാർ നേടിയവർക്കും എന്ത് കിട്ടും, ഈ ഒരു 2 മാർക്ക് ബോണസ് പോയിന്റ് കിട്ടും. അവർക്ക് പുറമെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കും എന്ത് കിട്ടും, ബോണസ് മാർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ A ഗ്രേഡ്, ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് ബോണസ് പോയിന്റ് കിട്ടും. അതേപോലെ നിങ്ങളിപ്പോൾ SSLC പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ +1 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ബോണസ് പോയിന്റ് കിട്ടും. നിങ്ങളുടെ സ്കൂള് നിങ്ങൾ താമസിക്കുന്ന അതേ ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ബോണസ് പോയിന്റ് കിട്ടും. അതേ താലൂക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ബോണസ് പോയിന്റ് കിട്ടും. അത് മാത്രമല്ല, ഗവൺമെന്റ് എയ്ഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂൾ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2ആണ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്ല, +1 നിങ്ങളുടെ പഞ്ചായത്തിൽ +1 +2 പഠിപ്പിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, തൊട്ടടുത്ത പഞ്ചായത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 ബോണസ് പോയിന്റ് കിട്ടും. പിന്നെ കേരള സംസ്ഥാന, അതായത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ബോണസ് പോയിന്റ് ആണ് എന്ത്, SSLC പാസ്സായ എല്ലാവർക്കും എന്തുണ്ട്, 3 ബോണസ് പോയിന്റ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിന്റ് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകന് പരമാവധി 10 ബോണസ് പോയിന്റ് ലഭിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ബോണസ് പോയിന്റ് അർഹതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പല ബോണസ് പോയിന്റ് അർഹതയുണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 10 ബോണസ് പോയിന്റ്. നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന ബോണസ് പോയിന്റ് എത്രയാണ്, 10 ബോണസ് പോയിന്റ് ആണ്. ഒരു അപേക്ഷകൻ 10 അതിലധികം ബോണസ് പോയിന്റ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് 10 ആയിട്ട് എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന ബോണസ് പോയിന്റ് എത്രയാണ്, 10 ആണ്. ഇനി NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർക്കും ഏതെങ്കിലും ഒരു ഇനത്തിൽ മാത്രമേ ബോണസ് പോയിന്റ് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ NCCയിലും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലും കൈറ്റ്സിലും അതേപോലെ തന്നെ JRCയിലും എല്ലാത്തിലും ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബോണസ് പോയിന്റ് മാത്രമേ പരിഗണിക്കൂ. പിന്നെ 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ അതിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക്, അതേപോലെ NCC സ്കൗട്ട് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചവർക്ക് ബോണസ് പോയിന്റ് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്ക് ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്ക് ഈ പറഞ്ഞ ഏത് നിന്നുമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കില്ല, ബോണസ് പോയിന്റ് ലഭിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും എന്തിന് അർഹതയില്ല, ബോണസ് പോയിന്റ് അർഹതയില്ല. അപ്പോൾ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് പരമാവധി 10 പോയിന്റ് മാത്രമേ ബോണസ് പോയിന്റ് കിട്ടുള്ളൂ. അത് തന്നെ നിങ്ങൾ സ്കൗട്ടിലും ഗൈഡിലും എല്ലാത്തിലും ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നിൻ്റെ ബോണസ് പോയിന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. പിന്നെ ഓൾറെഡി ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത ആളുകൾക്ക് എന്തുണ്ടാവില്ല, ബോണസ് പോയിന്റിനുള്ള അർഹത ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറും കൂടി നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ +1 സയൻസ് എടുക്കാനും കൊമേഴ്സ് എടുക്കാനും ഹ്യൂമാനിറ്റീസ് എടുക്കാനും ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഫുൾ A+, 9A+, 8A+ കിട്ടിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്കോളർഷിപ്പുകൾ തരുന്നുണ്ട്. സ്കോളർഷിപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എജ്യൂപോഡിന്റെ കൂടെ +1 സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കാൻ പറ്റും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്,
നമ്മൾ ഒരു കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിന്നെ ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജ്യൂപോഡിൻ്റെ കൂടെ നിങ്ങളുടെ A+കൾക്ക് അനുസരിച്ച് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം. പിന്നെ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റുകൾ മൊത്തം എജ്യൂപോഡ് +1 എന്നുള്ള ചാനലിലൂടെയൊക്കെ നമ്മൾ തരാം. അപ്പോൾ എജ്യൂപോഡ് +1 എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബോണസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ nafi.edupod ഒന്ന് ഓർത്ത് വെച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.